കഴിഞ്ഞ 2 ദിവസമായി കേരള സമൂഹത്തിലെ ചർച്ചകളിൽ പ്രധാനം വർഗീയ പ്രസ്താവനകളും ഇതുമായി ബന്ധപ്പെട്ട ഓരോ നേതാക്കന്മാർ പറയുന്ന വാക്കുകളുമൊക്കെയാണ്. SNDPയും NSSും ഒന്നാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരു നേതാക്കളും നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചയായി മാറി. ഒപ്പം പ്രതിപക്ഷ നേതാവിനെ വല്ലാതെ ഇരു നേതാക്കന്മാരും പരാമർശിച്ചതും വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ അതിന് കൃത്യമായ ഒരു മറുപടി എന്ന രീതിയിൽ NSS ജനറൽ സെക്രട്ടറി തന്നെ പറയുകയുണ്ടായി, ഒരു കാരണവശാലും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ ഉദ്ദേശിച്ചല്ല താൻ നടത്തിയ വാർത്താ സമ്മേളനം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു വാർത്താക്കുറിപ്പിലൂടെ. ഇവിടെ NSSും SNDPയും അടുക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ടാണ് ഇരുവരും ഒരുമിക്കാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഉള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണെന്നും NSS ജനറൽ സെക്രട്ടറി പറയുന്നു. പക്ഷേ ഇതിൻ്റെ അലയൊലികൾ, ഈ വാർത്താ സമ്മേളനങ്ങളുടെയും ഇതിൻ്റെ ചർച്ചകളുടെയും ഒക്കെ അലയൊലികൾ ഇപ്പോഴും ഉയർന്നു പൊങ്ങുകയാണ്. കോൺഗ്രസിൽ VD സതീശനെ പിന്തുണയ്ക്കാൻ കാര്യമായി നേതാക്കന്മാരാരും എത്തിയില്ല എങ്കിൽ പോലും VD സതീശൻ ഒറ്റയ്ക്ക് തന്നെ പ്രതിരോധ കവചം തീർക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വർഗീയതയ്ക്കെതിരെയുള്ള തൻ്റെ പോരാട്ടം തുടരും. അത് ഏതറ്റം വരെ പോയാലും ആ വർഗീയതയ്ക്കെതിരെ തന്നെ താൻ നിലകൊള്ളുമെന്നും VD സതീശൻ ശക്തമായി പറയുന്നു. നിലപാട് നല്ലത് തന്നെയാണ്, നിലപാട് കൊള്ളാം. പക്ഷേ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ചും KPCC അധ്യക്ഷനും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരും ഒന്നും തന്നെ വലിയ തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി ജയിക്കാൻ തയ്യാറാണ് എന്ന് പ്രതിപക്ഷ നേതാവും ഉറച്ചു നിൽക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാകട്ടെ ഇതൊന്നും കാണാതെയും കേൾക്കാതെയുമൊക്കെയുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. പിന്നെ ഏക പിന്തുണയായി ഒപ്പമുള്ളത് K മുരളീധരൻ മാത്രമാണ്. എന്തായാലും കേരളത്തിൽ ഇന്ന് നാളെയുമൊക്കെ വലിയ ചർച്ചയാവാൻ സാധ്യതയുള്ളത് ഈ വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും SNDPയും NSSും ഒരുമിക്കാൻ പോകുന്നു എന്ന്. ഈ ഒരുമിക്കൽ അല്ലെങ്കിൽ ഈ ഒന്നാകൽ, അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്ത് എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമുണ്ടോ ഇല്ലയോ എന്നും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികളും പറയുന്നതുമില്ല. LDFോ UDFോ ഈ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരുമിക്കൽ ആർക്ക് തുണയാകും, ആർക്ക് വിനയാകും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഈ ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുന്നതിനിടയിലാണ് വീണ്ടും നമ്മുടെ മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത്. അതും വലിയ തരത്തിലുള്ളൊരു പ്രസ്താവനയായി മാറപ്പെടുകയും ചെയ്തു. 2 ജില്ലകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയത്തെക്കുറിച്ചായിരുന്നു സജി ചെറിയാൻ്റെ പരാമർശം. മലപ്പുറത്തും കാസർഗോഡും വിജയിച്ച ആളുകൾ ആരൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ള പ്രസ്താവന കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അതിനെ എല്ലാവരും ഏറ്റുപിടിച്ചു. അത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് കോൺഗ്രസും മറ്റു രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പറയുന്നു. എന്തായാലും ശരി തന്നെയാണ്. അതിൻ്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെയും കാസർഗോഡിൻ്റെയും രാഷ്ട്രീയം പറഞ്ഞത് ഏതർത്ഥത്തിലാണ് എന്നുള്ളത് അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നീട് വെളിപ്പെടുത്താനും അതിനെക്കുറിച്ച് പറയാനുമൊക്കെ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മുഖവിലക്കെടുക്കാൻ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ തയ്യാറായിട്ടില്ല. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ മന്ത്രി സജി ചെറിയാനെതിരെ ഉയർത്തി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കോൺഗ്രസും ലീഗുമെല്ലാം. എന്തായാലും ഈ വിഷയങ്ങൾ പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. തൊട്ടു പിന്നാലെ ഇപ്പോൾ സമസ്തയും എത്തിയിരിക്കുന്നു. ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പരാമർശം ഉയർന്നു വന്നിരിക്കുന്നതെന്നാണ് സമസ്തയുടെ ആരോപണം. അത് അംഗീകരിക്കാൻ ആകില്ല എന്ന് പറയുന്നു. ഇത് തന്നെ, അല്ലെങ്കിൽ ഈ വാക്കുകൾ കുറച്ചുകൂടി കാഠിന്യം കുറച്ചാണ് ലീഗ് പറയുന്നത്. ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയം സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംഘപരിവാർ ശക്തികൾ പോലും പറയാത്ത തരത്തിലുള്ള രാഷ്ട്രീയം കേരളത്തിൽ CPIMൻ്റെ മന്ത്രി പറയുന്നു എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ജാതി വർഗീയ ചർച്ചകൾ കൊണ്ടും ചൂടിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ന് വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായതായി കേരള രാഷ്ട്രീയം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല.
എന്തായാലും ഇതിൻ്റെ ചുവട് പിടിച്ചാണോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നൊക്കെ വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും കോൺഗ്രസ്സിന് കൃത്യമായി LDFിനെതിരെ ഉപയോഗിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധമായി മാറുകയാണ് മന്ത്രി സജി ചെറിയാൻ്റെ പരാമർശങ്ങൾ. വരും ദിവസങ്ങളിൽ CPIMൻ്റെ നേതാക്കൾക്ക് ഇത് സംബന്ധിച്ച മറുപടികൾ പറയേണ്ടി വരും. സജി ചെറിയാൻ പല ആവർത്തി വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ തന്നെയും എതിർകോണിൽ നിൽക്കുന്നവർ അതിനെ അംഗീകരിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അല്ലെങ്കിൽ വർഗീയതയെ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റുപിടിക്കുകയോ അവർക്ക് പിന്തുണ നൽകുകയോ ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും വ്യക്തമായ കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇത്തരം ചർച്ചകൾ ചൂടുപിടിച്ചു പോകാൻ തന്നെയാണ് സാധ്യത.